ബുള്ളറ്റ് മാനാണ്. എൻ്റെ കൂടെ ഉള്ളതൊരു വൈറൽ ഗായകനാണ്. ആളെ മനസ്സിലായിട്ടില്ലല്ലോ. ഷാദിൻ അങ്ങാടിപ്പുറം. പാട്ടൊക്കെ കേട്ടില്ലേ? ഒരു ചെറിയൊരു വൈറൽ ഗാനല്ലേ? ഏതൊരു കല്യാണത്തിന് പാടിയതല്ലത്? വളരെ മനോഹരമായിട്ട് പാടി. കുറച്ച് ആളുകളെ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് മനക്ക ഈ മോനൊന്ന് പൊക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് പൊക്കി അല്ലേ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാദിൻ അങ്ങാടിപ്പുറം. ഞാൻ 6ാം ക്ലാസ്സിൽ അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരൂർക്കാടിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ഗായകനാണ്. ഞാൻ ഇനി എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇങ്ങനെ റെഡിയായി ഇങ്ങനെ വരുന്നുള്ളൂ. ഓരോരോ വീട്ടിലും രാവും പകലിലും ഒരുവനിൽ ഹംദുകൾ ഞാനോതിടുന്നേ, നിത്യം ഒന്നൊഴിയാതുള്ളിനുള്ളം പൊരിഞ്ഞിടുന്നേ. യാ സുബ്ഹാനേ യാ റഹ്മാനേ, യാ സുബ്ഹാനേ യാ റഹ്മാനേ. ഓരോരോ വീട്ടിലും രാവും പകലിലും ഒരുവനിൽ ഹംദുകൾ ഞാനോതിടുന്നേ, നിത്യം ഒന്നൊഴിയാതുള്ളിനുള്ളം പൊരിഞ്ഞിടുന്നേ. യാ സുബ്ഹാനേ യാ റഹ്മാനേ, യാ സുബ്ഹാനേ യാ റഹ്മാനേ. അർഹമുറഹീമാൻ സുബ്ഹാനനീ അല്ലാതെ അഗമ്യം പറയുവാൻ എനിക്കാരുണ്ട്. അർഹമുറഹീമാൻ സുബ്ഹാനനീ അല്ലാതെ അഗമ്യം പറയുവാൻ എനിക്കാരുണ്ട്. എൻ്റെ അല്ലാഹ് നീ അല്ലാതാര് സഹായമുണ്ട്, എൻ്റെ അല്ലാഹ് നീ അല്ലാതാര് സഹായമുണ്ട്. ഓരോരോ വീട്ടിലും രാവും പകലിലും ഒരുവനിൽ ഹംദുകൾ ഞാനോതിടുന്നേ, നിത്യം ഒന്നൊഴിയാതുള്ളിനുള്ളം പൊരിഞ്ഞിടുന്നേ. യാ സുബ്ഹാനേ യാ റഹ്മാനേ, യാ സുബ്ഹാനേ യാ റഹ്മാനേ. ഷാദിമാൻ്റെ ഒപ്പയാണ് നമ്മളെ കൂടുള്ളത്. കുഞ്ഞ് അനിയത്തിയുണ്ട് അല്ലേ? പിന്നെ ഷാദിമോന് ഇവന് നിങ്ങൾ പാട്ട് തിരിച്ചറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു കല തിരിച്ചറിഞ്ഞിട്ട് കുറേ ആയോ? അപ്പോൾ ഓന് 3.5 വയസ്സ് ഒരു 4 വയസ്സ് മുതൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടി വി ഓൺ ചെയ്താലും അതിൽ പല പരസ്യമോ പാട്ട് എന്തെങ്കിലും കണ്ടാൽ അത് ഓഫ് ചെയ്യാനോ മാറ്റാനോ അയക്കൂല. പാട്ട് കേട്ടുകൊണ്ടിരിക്കും. പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അത് മാറ്റണേ അന്ന് ചെറുപ്പത്തിൽ ഇവിടെ പ്രായം കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ പിന്നെ അത് ഫുള്ളാകോളം അത് ആ പരസ്യം അല്ലെങ്കിൽ അത് ഫുൾ അത് പഠിക്കണ താല്പര്യമായിരുന്നു. പിന്നെ അത് വന്ന് അങ്ങനെ കൊണ്ടുപോകണം, പാട്ട് പഠിക്കണം തോന്നിയപ്പോൾ ഇവിടെ സംഗീത ക്ലാസ് ഉണ്ടെന്നപ്പോൾ അങ്ങനെ കൊണ്ടാക്കിയതാണ്. ഭവനീഷ് മാഷ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടില്ല? അപ്പോൾ പങ്കെടുക്കലുണ്ട് എല്ലാ പ്രോഗ്രാമുകളും. എവിടുന്നൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്? എന്താ മറ്റേ മുസാബക്ക സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിക്കണു, പിന്നെ സാഹിത്യോത്സവ് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിക്കണു, പിന്നെ SSFന്റെ സാഹിത്യോത്സവം ഏത് വർഷത്തില്? അത് കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും ഉണ്ട് സാഹിത്യോത്സവം. മുസാബക്ക തുടർച്ചയായിട്ട് 3 വർഷം സ്റ്റേറ്റ് വിന്നറാണ്. SSF സാഹിത്യോത്സവ് സ്റ്റേറ്റ് വിന്നറാണ് ശരിക്കും. വിന്നറാണ് ഇപ്രാവശ്യത്തെ ശരിക്കും വിന്നർ തന്നെയാണ്. അത് ചെറിയൊരു ഇതാണ്, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകൊണ്ട് അങ്ങനെ പോലെ സെക്കൻഡാണ്. പക്ഷേ അതിലൊരു ഇതിൽ ഇത് കുഴപ്പമില്ല. അന്ന് SSFന്റെ സാഹിത്യോത്സവത്തിന്റെ പാടിയ പാട്ട് ഓർമ്മ ഉണ്ടോ? അന്ന് പാടിയതോ? അല്ല, കഴിഞ്ഞ വർഷം മാപ്പിളപ്പാട്ട്. കഴിഞ്ഞ വർഷം മാപ്പിളപ്പാട്ട് പാടിയത് ഏതാണ്? അതിനുടെ പാടി നോട്ടെ. അഥനുടെ പടി കടന്നിറങ്ങിടും അബുൽ ബഷർ, അളുതുളുക്കിടും അതിൻ സംഗിടമേ. കെങ്കേ മപ്പതില ഭംഗം ഹുങ്കാരപ്പകേനലന്ത്യം കണ്ടാവിധമുള്ള മേഖേദം കടന്നിടുമെന്നാനേ. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു പാട്ടിന് സെക്കൻഡ് അല്ല ഇക്കുറി ഒന്ന് സെക്കൻഡ് ആയിരുന്നല്ലേ? കഴിഞ്ഞ 2 വർഷത്തെ വിന്നറാണ്. അല്ല, ഇക്കൊല്ല ഈ പാട്ടല്ലേ പാടിയത്. ഇക്കൊല്ലം വേറെ പാടിയത് ലാസ്റ്റ്
ബാസുരമാബീഡതിൽ ചുറബാസത്തിനോടോദിയോൻ ബഷി വിട്ട് ബാറാലങ്കെ ബായാനാകയാൽ ബരി തെറ്റി കേറാമിണ്ട് മോകം നേടാനാൽ പിസ്മീലുയരെ പിസ് ബസിച്ചവരെ പശു വസിച്ച ശേത പോക്കാനേ പിസ് മേയിച്ചവരെ പശു ബസനുഷരെ പിസു തേനി നടരുമെന്നാക്കാനേ ബീന ചെയ്യുമതിൽ തോനെ ബന കൊയ്യ് മൂടിൽ താനെ. ഏതായാലും ഉപ്പാനെ കാണാൻ പറ്റി അല്ലേ? 6ാം ക്ലാസ് 11 വയസ്സല്ലേ? ഒരുപാട് സ്റ്റേജ് ഷോകളൊക്കെ പാടിയിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ പോയിട്ട് ആൽബമൊക്കെ പാടിയിട്ടുണ്ട്. ആൽബത്തിലൊക്കെ പാട്ട് കേട്ട് നല്ല സ്വരം. അതായത് ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ നമ്മൾ ആസദ് പൂക്കോട്ടിനാണ് ഓർമ്മ വന്നത് കേട്ടോ. മദ്രസിലൊക്കെ പാടിയിട്ടുണ്ടോ? മദ്രസിലെ സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട്. പാട്ടൊക്കെ പാടലുണ്ടോ? ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? കലോത്സവത്തിനോ? ഒരു ഷോക്കേസ് രണ്ടാമത്തെ ഷോക്കേസ് ഉണ്ടാക്കി. അതാണ് ഈ ഒരു പ്രായമാകുമ്പോഴത്തേനൊക്കെ അല്ലേ നമ്മളെ വീട്ടിലിങ്ങനെ എന്താ പറയുക, മക്കൾ കാരണം നമുക്കിങ്ങനെ ഈ ഒരു അവാർഡുകളും അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു അഭിമാനമാണ്. ഒരുപാട് ചെറിയ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? 2 റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏത് പാട്ടും അല്ലേ, എല്ലാ ഭാഷയിലെ പാട്ടും അനായാസം പാടും. അത് സ്റ്റേജ് ഷോകളൊക്കെ ആണെങ്കിൽ വളരെ എന്താ പറയുക, ഹൈ പെർഫോമൻസ് ആണ്. മാഷാ അല്ലാ. ഞാൻ പറയാനുണ്ട്, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം കുട്ടികളൊക്കെ നമുക്ക് ഉയർച്ചയിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങാടിപ്പുറത്തിൻ്റെ വാനമ്പാടി എന്ന് പറയില്ല, വാനമ്പാടൻ അല്ലേ? അപ്പോൾ ഇപ്പച്ചി അമ്മച്ചി ആരെങ്കിലൊക്കെ പാടുമോ? ഒരു മൂളിപ്പാട്ടൊക്കെ പാടും. പിന്നെ എത്ര ആളെ കാക്കാരുണ്ടോ? ഇക്കാക്കണ്ട എനിക്ക്? പിന്നെ അനിയത്തി. ഇക്കാക്ക എന്താണ്? ഇക്കാക്ക പഠിച്ചാണ് ഇപ്പോൾ +1 ഒക്കെയാണ്. ഹാഫിളായി. മാഷാ അല്ലാ. ഇക്കാക്ക ഹാഫിളാണോ? ആഹാ, ഒരു ഹാഫിളിൻ്റെ അനിയനാണല്ലേ? അതിൻ്റെ ഒരു പങ്കൊക്കെ ചിലപ്പോൾ എന്താണ് സാധിക്കോ? എന്താണ് ഷാദിൻ മോനും ഉണ്ടാവും. പിന്നെ ഇക്കാക്ക നമ്മൾ വീഡിയോ കൊണ്ടുവരാൻ പറ്റുമോ? കാക്കൊക്കെ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാട്ടൊക്കെ എന്നാ തിരിച്ചറിഞ്ഞത് ശരിക്ക്? ചെറുപ്പത്തിലൊക്കെ അങ്ങനെ പാടുമ്പോഴാണോ അതോ ഇഷ്ടമായിരുന്നു? ഇപ്പോൾ പാട്ട് ആരെയും കൂടെ പഠിക്കണ്ടോ? പാട്ട് എവിടെ ആരെ കൂടെ പഠിക്കണേ? എവിടെ? അപ്പോൾ ഞായറാഴ്ചയൊക്കെ ക്ലാസ് ഉണ്ടാവും അല്ലേ? മദ്രസിലൊക്കെ മതഗാനങ്ങൾക്ക് ദഫിന് കാര്യങ്ങളൊക്കെ കൂടാറുണ്ട്? കൂടാറില്ല. പാട്ട് പാടാൻ പോകാറുണ്ട്? പാട്ട് പാടാൻ പോകാറുണ്ട്. മാഷാ അല്ലാ. ഏതായാലും 1-2 പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. നല്ല മനോഹരമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉടമയാണ്. ഇനിയും ഈ ഒരു ശബ്ദം നല്ല നിർത്തട്ടാലേ പാടാൻ കഴിയട്ടെ എന്നുള്ളത് പ്രത്യാശിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ സപ്പോർട്ടുകളാണ് ഈ വേണ്ടത്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക അല്ലേ? എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? എൻ്റെ പാട്ട് ചിലപ്പോൾ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും. എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നല്ല നന്ദിയുണ്ട്. പിന്നെ ഞാൻ എന്നും വൈകുന്നേരമായ ഗസൽ ദർബാർ എന്നൊരു ഗ്രൂപ്പിൽ എന്നും പാടലുണ്ട്. അതിൽ തന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യലുണ്ട്, പിന്നെ പാട്ട് എഴുതി തരലുണ്ട്. അവർക്കൊക്കെ എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യാണ്ടു. പേഴ്സണായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്കും കമൻറ്റും നിങ്ങളെ അഭിപ്രായം ഫീഡ്ബാക്കൊക്കെ അറിയിക്കല്ലേ? പിന്നെ എൻ്റെ ഉമ്മയൊക്കെ നല്ല എന്നെ തെറ്റുണ്ടായാലും ഒക്കെ റെഡിയാക്കി തരലുണ്ട് പാട്ടിലല്ലേ? പാട്ട് പാടാൻ എല്ലാവിധ സപ്പോർട്ടും പേരൻസിൻ്റെ അടുത്ത് തോന്നുന്നുണ്ട് അല്ലേ? അതാണ് വീണ്ടും പറയുകയാണ്, ഇനി ഒരുപാട് സ്റ്റേജുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ പാടിയിട്ട് അല്ലെങ്കിൽ പാട്ടൊക്കെ പാടിയിട്ട് ഇനി അടുത്ത നബിദിനൊക്കെ ആകുമ്പോൾ തന്നെ മദഹ് പാട്ടൊക്കെ പാടിയിട്ട് ഇറങ്ങിയിട്ട് നമുക്കൊന്ന് വൈറലാക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ കാണാൻ പറ്റില്ല, വരാൻ പറ്റില്ലൊക്കെ സന്തോഷം. താങ്ക് യു. ദും ദും ദന ദും ദും ദന ദും ദും ദനന ദും ദും ദന ദും ദും ദന ദും ദും ദനന ദും ദനനന ദും ദനനന ദും ദും ദനന ദും ദനനന ദും ദനനന ദും ദും ദനന വമ്പുറ്റ ഹംസാറലി അല്ലാ ചാടി തബിയസുവദിൽ മാറടാ ബള്ളൽ നബി മഹമൂദ് റൗലീന് വെള്ളം കുടിക്കുന്നവനാരടാ
വമ്പർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരടാ ഖൈറുൽ ബറാം നബിയാർ കുളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. പൊമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് വിലക്കൂടെ വെള്ളം കൂടിച്ചാട്ടെ, തുമ്പിക്ക് മാമദം പൊട്ടിയുളമട്ടെ, ഊറിയ വാക്കിനെ കേട്ട് വെളിപ്പെട്ട് സംസരിക സരിക പമകരി രിമ്പരി മകരിക താകും തക ദിം 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 ദിങ്കണ ചങ്കങ്കുളങ്ങൾക്കളും താളം തരികിട ജണു താകതിമികളും കൊണ്ടാനേ.